1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമമാണ് ഇവിടെ പരിശോധിക്കുന്നത്. 2005 ഭേദഗതി ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലീഗൽ പൊസിഷനാണ് ഇവിടെ പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ട ഈ വിഷയം വളരെ ചുരുക്കിയും എന്നാൽ പ്രായോഗികമായി ആവശ്യമായി വരുന്ന വിഷയങ്ങൾ വിട്ടുപോകാതെയും സമഗ്രമായി പരിശോധിച്ച് അവതരിപ്പിക്കുന്നു. നേരെ വിഷയത്തിലേക്ക് പോകാം. ആരാണ് ഹിന്ദു? ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്നവരും മുസ്ലിം, ക്രൈസ്തവ, പാഴ്സി, ജൂത വിശ്വാസങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാത്തതുമായ ഏതൊരാളും ഹിന്ദു എന്ന നിർവചനത്തിൽ വരും. എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും ബുദ്ധ, ജൈന, സിഖ്, ആര്യ സമാജ, ബ്രഹ്മസമാജ, പ്രാർത്ഥനാ സമാജ, ലിംഗായത്ത്, വീരശൈവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾക്ക് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം ബാധകമായിരിക്കുന്നതാണ്. എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്താൽ ഈ നിയമം തടയപ്പെടും. അതുപോലെ നാട്ടുരാജാക്കന്മാർക്കും ചില അവസരങ്ങളിൽ ഈ നിയമം പൂർണ്ണമായി ബാധകമാകുന്നതല്ല. ഇതൊരു വ്യക്തി നിയമമാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 8 മുതൽ വിവരിക്കുന്ന ഇൻടെസ്റ്റേറ്റ് സക്സഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. വിൽപത്രം എഴുതാതെ മരണപ്പെടുന്നയാളുടെ അവകാശത്തെയാണ് ഇൻടെസ്റ്റേറ്റ് സക്സഷൻ എന്ന് വിളിക്കുന്നത്. പരേതൻ പുരുഷനാണോ സ്ത്രീയാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി 2 രീതിയിലാണ് അവകാശികളെ നിർണയിക്കുന്നത്. പുരുഷനാണെങ്കിൽ അവകാശികളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ക്ലാസ് ഫസ്റ്റ്, ക്ലാസ് സെക്കൻഡ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ക്ലാസ് ഫസ്റ്റിൽ വരുന്നവരാണ് യഥാർത്ഥ അവകാശികൾ. ക്ലാസ് സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണ്. ക്ലാസ് ഫസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് സെക്കൻഡിലെ ആരെയും അവകാശികളായി പരിഗണിക്കില്ല. പരേതന്റെ മകൻ, മകൾ, ഭാര്യ, മാതാവ് എന്നിവരാണ് ക്ലാസ് ഫസ്റ്റ് അവകാശികൾ. മകൻ, മകൾ, ഭാര്യ, മാതാവ്. അവിവാഹിതനാണെങ്കിൽ മാതാവ് മാത്രമായിരിക്കും അവകാശി. നിയമത്തിൽ ഭാര്യയ്ക്ക് പകരം വിധവ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭർത്താവ് മരിക്കുന്ന ആ നിമിഷത്തെ ലീഗൽ പൊസിഷനാണ് നോക്കേണ്ടത്. ആ വിധവ പിന്നീട് പുനർവിവാഹം ചെയ്താലും ഭർത്താവ് മരണപ്പെട്ട നിമിഷത്തിലെ വിധവ എന്ന സ്റ്റാറ്റസ് പ്രൊട്ടക്ട് ചെയ്ത് കിട്ടും. ഒന്നിലധികം വിധവ എന്ന നിയമത്തിൽ കാണുന്നുണ്ടെങ്കിലും പോളിഗമി ഇന്ത്യയിൽ നിരോധിച്ചതോടുകൂടി ലീഗലി വെഡഡ് വൈഫ് മാത്രമാണ് അവകാശി. പരേതൻ മരിക്കുന്ന നിമിഷത്തിനു മുൻപേ മക്കളാരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ സ്ഥാനത്തേക്ക് അവരുടെ ലീഗൽ ഹെയർസിനെ ചേർക്കണം. മകനാണ് മരിച്ചതെങ്കിൽ മകന്റെ മകനും മകളും ഭാര്യയും ആ സ്ഥാനത്തേക്ക് വരും. റൂൾ ഓഫ് റെപ്രസെന്റേഷൻ. ആ യൂണിറ്റിലെ മകനോ മകളോ, അതായത് ചെറുമകൻ, ചെറുമകൾ മരണപ്പെട്ടാൽ അവരുടെ അവകാശം അടുത്ത തലമുറയിൽപ്പെട്ട അവകാശികളിലേക്ക് പോകുന്നു. മകന്റെ മകൻ ഇല്ലെങ്കിൽ അയാളുടെ മകൻ, മകൾ, വിധവ എന്നിവർക്ക് അവകാശം കിട്ടുന്നു. മകന്റെ മകളാണ് മരണപ്പെട്ടതെങ്കിൽ മകളുടെ മകൾക്കു മാത്രമാണ് ക്ലാസ് ഫസ്റ്റിൽ അവകാശം. മകൾക്ക് മകനുണ്ടെങ്കിൽ ക്ലാസ് സെക്കൻഡിലേക്ക് ലിസ്റ്റ് ചെയ്യണം. ഇനി പരേതന്റെ മകൾ പരേതൻ മരിക്കുന്നതിനു മുൻപേ മരിക്കുന്നുവെങ്കിൽ ആ മരണപ്പെട്ട മകളുടെ മകനും മകളും അവകാശികളുടെ സ്ഥാനത്തേക്ക് വരും. ഇത് അടുത്ത 3ാം തലമുറയിലേക്ക് എങ്ങനെ മാറുന്നു എന്ന് പരിശോധിക്കാം. മകളുടെ മകൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മകന്റെ മകൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ മകൻ ഉണ്ടെങ്കിൽ ആ മകൻ ക്ലാസ് സെക്കൻഡിലേക്ക് തഴയപ്പെടും. ഇനി മകളുടെ മകൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മകളുടെ മകനും മകളും റെപ്രസെന്റ് ചെയ്ത് അവകാശികളായി തീരും. ഇങ്ങനെ 16 പേരാണ് ക്ലാസ് ഫസ്റ്റ് അവകാശികൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മകൻ മരിച്ചതിലൂടെ ക്ലാസ് ഫസ്റ്റായി മാതാവിന് ലഭിച്ച അവകാശം ആ മാതാവിന്റെ കാലശേഷം ഈ മകന്റെ അവകാശികളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്, റിവേർഷൻ. ഇനി ക്ലാസ് സെക്കൻഡിലേക്ക് പോകാം. ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണ്. ഇവർ മൊത്തം 23 പേരാണെന്ന് പറയാം. 12 വനിതകളും 11 പുരുഷന്മാരും. ഇതിൽ ഈ ഫെയ്ഡഡ് ആയി കാണുന്നവർ നേരത്തെ പറഞ്ഞ ക്ലാസ് ഫസ്റ്റിലുള്ളവരാണ്. ക്ലാസ് സെക്കൻഡിലുള്ളവരെ പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യ എൻട്രി അടുത്ത എൻട്രികളെ തടയുന്നു. എന്നാൽ ഒരേ എൻട്രിക്കുള്ളിൽ വരുന്നവർ പരസ്പരം തടയുന്നില്ല. അതായത് അവരെയെല്ലാം ഒരേ സമയം പരിഗണിക്കണം. മൊത്തം 9 എൻട്രികളാണ് ക്ലാസ് സെക്കൻഡിൽ ഉള്ളത്. 1 പിതാവ്, 2 മകന്റെ മകളുടെ മകൻ, മകന്റെ മകളുടെ മകൾ, സഹോദരൻ, സഹോദരി, 3 മകളുടെ മകന്റെ മകൻ, മകളുടെ മകന്റെ മകൾ, മകളുടെ മകളുടെ മകൻ, മകളുടെ മകളുടെ മകൾ, 4 സഹോദരന്റെ മകൻ, സഹോദരിയുടെ മകൻ, സഹോദരന്റെ മകൾ, സഹോദരിയുടെ മകൾ, 5 പിതാവിന്റെ പിതാവ്, പിതാവിന്റെ മാതാവ്, 6 പിതാവിന്റെ വിധവ, സഹോദരന്റെ വിധവ, 7 പിതാവിന്റെ സഹോദരൻ,
സഹോദരൻ പിതാവിന്റെ സഹോദരി. 8 മാതാവിന്റെ പിതാവ് മാതാവിന്റെ മാതാവ്. 9 മാതാവിന്റെ സഹോദരൻ മാതാവിന്റെ സഹോദരി. ക്ലാസ് സെക്കൻഡിൽ ഇങ്ങനെ 9 എൻട്രികൾ ഉണ്ട്. ക്ലാസ് ഫസ്റ്റിലാണെങ്കിൽ എല്ലാവരെയും ചേർത്ത് ഒറ്റ എൻട്രി ആയാണ് കണക്കാക്കുന്നത്. അവിടെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് അവകാശികളില്ലെങ്കിൽ ആഗ്നേറ്റ്, കോഗ്നേറ്റ്, എസ്റ്റീറ്റ് എന്നിങ്ങനെയാണ് അവകാശക്രമം. ഹിന്ദു സ്ത്രീയുടെ അവകാശികളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയും എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ആകെ 5 എൻട്രികളാണ്. ഓരോ എൻട്രിയും അടുത്ത എൻട്രിയെ തടയുന്നു. എന്നാൽ ഒരേ എൻട്രിയിലുള്ളവർ പരസ്പരം തടയുന്നില്ല. 1 ഭർത്താവ്, മക്കൾ, മരണപ്പെട്ട മക്കളുടെ മക്കൾ. 2 ഭർത്താവിന്റെ അനന്തരാവകാശികൾ. 3 മാതാവ്, പിതാവ്. 4 പിതാവിന്റെ അനന്തരാവകാശികൾ. 5 മാതാവിന്റെ അനന്തരാവകാശികൾ. ഒരു ഹിന്ദു സ്ത്രീക്ക് അവളുടെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ സ്വത്ത് കിട്ടുന്നുവെങ്കിൽ ആ സ്ത്രീ മരണപ്പെടുമ്പോൾ മകനോ മകളോ പേരക്കുട്ടികളോ ഇല്ലെങ്കിൽ ആ സ്വത്ത് നേരത്തെ പറഞ്ഞ 5 എൻട്രിയിൽപ്പെട്ട അവകാശികൾക്ക് ലഭിക്കില്ല. മറിച്ച് പിതാവിന്റെ അവകാശികൾക്ക് തിരികെ പോകുന്നു. അതുപോലെ തന്നെ ഒരു ഹിന്ദു സ്ത്രീക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവ് നൽകിയ സ്വത്ത് മക്കളോ പേരക്കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഭർത്താവിന്റെ അവകാശികളിലേക്ക് തിരികെ പോകുന്നു. സെക്ഷൻ 15-ൽ 2. ഈ കാര്യങ്ങൾ പറഞ്ഞത് ജനറൽ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നേരിയ വ്യത്യാസങ്ങൾ വരാം. അത്തരം സാഹചര്യങ്ങളിൽ ഒരു ലീഗൽ പ്രാക്ടീഷണറിൽ നിന്നും നിയമോപദേശം വാങ്ങുന്നത് അഭികാമ്യമായിരിക്കും. ഇനി ഓർത്തിരിക്കേണ്ട 1-2 പോയിന്റുകൾ പറയാം. സക്സഷൻ എന്നത് മരണം സംഭവിച്ച ആ നിമിഷത്തെ സ്റ്റാറ്റസ് ആണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. കുറെ നാളുകൾ കഴിഞ്ഞാണ് അവകാശികളുടെ പട്ടിക തയ്യാറാക്കുന്നതെന്നിരിക്കട്ടെ. അതിനിടയിൽ ഒരു അവകാശി മരണപ്പെടുന്നെങ്കിലും അവകാശികളുടെ പട്ടികയിൽ അയാൾ സ്ഥാനം പിടിക്കും. മുൻപേ മരണപ്പെട്ട അവകാശികളെ മാത്രമാണ് റെപ്രസെന്റേഷൻ റൂൾ പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടുപേരും ഒരേ സമയം മരിക്കുകയും ആരാണ് ആദ്യം മരിച്ചതെന്ന് പറയാൻ കഴിയാതെ വരികയും ചെയ്താൽ പ്രായം കൂടിയ ആൾ ആദ്യം മരിച്ചതായി കണക്കാക്കും. മരണസമയത്ത് ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞ് ജീവനോടെ ജനിച്ചാൽ അവകാശം ലഭിക്കും. കൺസെപ്ഷൻ ആയ സമയം മുതൽ കുഞ്ഞിനെ ജീവനുള്ള വ്യക്തിയായി കണക്കാക്കും. ജനന തീയതിക്കു പിന്നിലേക്ക് 280 ദിവസം കണക്കാക്കിയാണ് അവകാശം കണ്ടുപിടിക്കുന്നത്. തെളിവ് നിയമം 112. കുഞ്ഞ് ജീവനോടെ ജനിക്കണമെന്നത് അനിവാര്യമാകയാൽ അപേക്ഷ ഉടൻ തീർപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഇനി അവകാശം തടഞ്ഞിട്ടുള്ളവർ ആരാണെന്ന് നോക്കാം. മർഡറർ ഡിസ്ക്വാളിഫൈഡ്, അബെറ്റർ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ സെക്ഷൻ 25, കൺവേർട്സ് ഡിസെൻഡന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻ 26. ഇവിടെ ശ്രദ്ധിക്കാനുള്ള സംഗതി, മർഡറർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ അയാൾ പരേതനു മുൻപേ മരിച്ചുപോയതായി കണക്കാക്കുന്നു. സോ റൂൾ ഓഫ് റെപ്രസെന്റേഷൻ ഈസ് ആപ്ലിക്കബിൾ. അയാളുടെ അവകാശികളിൽ പെട്ടവരിലേക്ക് അവകാശം ട്രാൻസ്ഫർ ആകും. ഇനി പറയുന്ന ഒന്നും തന്നെ പിന്തുടർച്ച അവകാശത്തെ തടയുകയില്ല. മാനസിക രോഗം, ബുദ്ധിമാന്ദ്യം, ഗുരുതര രോഗം, ചാരിത്ര്യമില്ലായ്മ, വിധവയുടെ പുനർവിവാഹം തുടങ്ങിയവ പിന്തുടർച്ച അവകാശത്തെ ബാധിക്കുകയില്ല. എല്ലാ അവകാശികളും ഫെയിൽ ആയാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലീഗൽ എയറായി എസ്റ്റീറ്റ് ചെയ്യപ്പെടും. അന്യം നിൽപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത്തരം സുപ്രധാന വിവരങ്ങൾ യഥാസമയം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.